തുടക്കത്തിൽ തന്നെ ഞാൻ ഇത്രയും കാലം എന്താ വ്ളോഗ് ചെയ്യാൻ തുടങ്ങാൻ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെയ്തോളി. ഗസ് ചെയ്തിട്ട് രണ്ട് ഉത്തരമുണ്ട്. സംഭവം ശരിക്കും ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യമുണ്ട്. എന്താ പറയാ, ഒരു 5 റുപ്യ 5,000 റുപ്പീസ് റെഡി ക്യാഷ്, റെഡി ക്യാഷ്. ഗസ് ചെയ്തിട്ട് ഉത്തരം 2 ആൻസർ ഉണ്ട്. 2 ആൻസർ ശരിയാണെന്നുണ്ടെങ്കിൽ, ക്ലൂ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ക്ലൂ ഇടാം. ചെറിയൊരു ക്ലൂ വേണമെങ്കിൽ ഇടാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5,000 റുപ്യ കറക്റ്റ്. ഇത് ഫസ്റ്റ് വീഡിയോന്റെ ഫസ്റ്റ് ആഡ് ചെയ്യണം. 5,000 റുപ്യ കറക്റ്റ് സ്പോട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി തരും. അഡ്രസ് ചോദിക്കും, നേരെ വീട്ടിൽ കൊണ്ടുപോയി തരും. ഉറപ്പാ, ഏത് അടുപ്പിലാണെങ്കിലും കൊണ്ടുപോയി തരും. പൈസ ഉണ്ടായിട്ടൊന്നല്ല, കടം വാങ്ങി ചെയ്യുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഉത്തരം പറയില്ല എന്നാണ് എന്റെ ഒരു ധൈര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വ്ലോഗ് ചെയ്യാൻ തന്നെ. ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ, ആർക്കും അറിയില്ല. എന്താ പറയും മറ്റേ ഉറക്കത്തെ എണീച്ചില്ല ക്ലാസ്സിനൊക്കെ. എന്താണ് ഞാൻ ഇത്രയും കാലം എന്തായിരുന്നു വ്ലോഗ് ചെയ്യാത്തത്? ഈ ബുദ്ധി വെച്ചെന്താ കണ്ടത്? സാരില്ല. വെൽക്കം ടു ബേസിൽ യൂണിവേഴ്സ്. ബുദ്ധി വെച്ചോണ്ടേ. രണ്ട് ആൻസർ ഉണ്ട്. ഹലോ ഗൈസ്, ഹായ്. നോമ്പുതുറ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ആദ്യമായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് 2 തരം ജ്യൂസ് അടിച്ച് വെച്ച് പൈതി പണിയാണ് അടുത്തത്. പൈതി പണിപ്പുറത്ത് ഇപ്പതാ ക്ഷീണത്തിനെ ഇരിക്കുന്നു. ക്യാമറിന്റെ ബാക്കിൽ കാണുന്നത് റിനു. ഇപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിപ്പോ ഞാൻ അല്ല ചേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ കക്കിരി ഇതുപോലെ ഇങ്ങനെ അരിയാൻ കഴിയാന്ന് കമന്റ് ചെയ്യും. ഞാൻ അറിയാം ഞാൻ അറിഞ്ഞാണ്. പുതിയ ടെക്നിക്കാ. നിങ്ങൾക്ക് പരിപാടിക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഈ കൈതച്ചക്ക 2 ഉണ്ട്, 2 പൈനാപ്പിൾ ഉണ്ട്, 2 ഒന്നല്ലേ, 2 പൈനാപ്പിൾ. പിന്നെ ഇതിന്റെ പേര് പപ്പായ, 2 കർമൂസ. മുഖ്യ നടുക്ക് കുടിക്കല്ലേ? വേണ്ട, നമ്മൾ പുതിയ കത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ചെയ്താ നോമ്പിന്. ഞാനല്ല ഇപ്പൊ എന്നോട് ചോദിക്കാൻ നിർത്തത്. പണ്ടൊക്കെ ഞാൻ വാങ്ങിച്ചത് എത്ര 1,280 ഉറുപ്പിട്ടുണ്ട് ഈ കത്തി. ഉള്ളിത്ത നടത്തിയത് കണ്ടായിട്ടേ കുറച്ച് മുത്തതാ. വത്ത കാണോ? നോമ്പിലേക്ക് വത്ത കാണോ? മുറുക്കി പൊളിക്കും. ഇപ്പൊ ചെല്ല് ഇത് എങ്ങനെയല്ല മുറി കോണിയുണ്ട്. ഓരോരുത്തർ പറയുമ്പോ ഓരോരുത്തരെ കാണിച്ചാൽ നീ പഠിക്കാനോ വീഡിയോ എടുക്കാൻ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് എനിക്ക് ഇതൊക്കെ പഠിക്കണോ? എങ്ങനെ നൈസാക്കിട്ട് ഓരോ പീസ് വെക്കാനോ അങ്ങനല്ലേ വെക്കാനോ സ്ലൈസ് ആക്കി. ഇപ്പൊ ഏതായാലും 4 വർഷം ഇങ്ങനായി. അത് വന്ന ചെറുതായി. അപ്പൊ ഇനി വലുതാക്കി തരാം. ഇത് കുറച്ച് നീളത്തിൽ കൂട്ടി വയ്ക്കാം. ജ്യൂസ് ഓൾറെഡി ഉണ്ട്. നിങ്ങളെന്തൊക്കെ ജ്യൂസിനുള്ളതിനോ? അങ്ങനെ സാരില്ല. ഇനിയിപ്പോ അങ്ങനെ വെച്ചാ പോലെ അങ്ങനെ വെക്കില്ല. കുഴപ്പമൊന്നുമില്ല. തിന്നാനല്ലേ ഇതിപ്പോ മാറ്റിയാക്കാൻ തൽക്കാലം അങ്ങനെ വെക്കാം. മുറിച്ചാർക്കും മനസ്സിലായി. ഇങ്ങനല്ലേ അതന്നെ. ഇതൊക്കെ ആദ്യം സിദ്ധുവിന് വീട്ടാപ്പം നിർത്തും. അരേഞ്ച് ആൾക്കാൻ പണിയിലാണ്. വിളിക്കാണ്ട പണിയില്ല. ആദ്യം വിളിക്കോട്ടെ. സമയം പോകുന്നു. പണിയട്ടെ. ജ്യൂസ് തരാം. ലാസിനെ പോയി പിടിച്ചോ. അരഞ്ചല്ല കുറച്ച് കൂടുതലുണ്ട്. ബ്ലോഗ് എടുക്കുന്നത് വൈഡാ കയ്യിലല്ലോ. വൈഡാ കയ്യിലല്ലോ. അതിന്റെ ലെൻസ് വാങ്ങും. നോമ്പില്ലാണ്ട് വന്നിക്കണോ? നോമ്പ്
ആനിമ്പൂവായ പൊടി എന്ത് പിടിച്ചോണോ ഉറപ്പാ ഇവിടെ ലാസിയുടെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നാല് പിന്നെ ഇത് ചാലഞ്ചാണ്. ഇതുപോലെ അറിയാൻ കഴിഞ്ഞിട്ട് ആരെയും കമന്റ് ഇപ്പൊ നമ്മളെ അപ്പൊ പറഞ്ഞ മാതിരി പറഞ്ഞ വേണ്ടത് എന്നാ കുറച്ച് കഴിയട്ടെ. അതില് ഉപ്പിൽ ഇതൊക്കെ ഇടാണ്ട് നാരങ്ങ ഇടാണ്ട് നാരങ്ങ ഇട്ടിട്ട് അത് കുറച്ച് ചെറുതായി പോയല്ലോ. പ്രശ്നമില്ലേ? ഏത് മൂട് അടിപൊളിയില്ലേ? രണ്ട് വെറൈറ്റി കാണിച്ചെടുക്കി. അന്നെ എനിക്ക് നല്ല മാന്ത് ഇട്ടിട്ടോ, നല്ല മാന്ത് ഇട്ട് ഞാൻ പറഞ്ഞു കൊടുക്കൂല. ലാസിനോ പറഞ്ഞു കൊടുക്കും നല്ല മാന്താന് കുടിച്ചോണ്ടിരാൻ. അതിനെ കുത്തക്കടാക്കി കഴിഞ്ഞാൽ അങ്ങനെ മാന്തു. അത് ഞാൻ ഇട്ടിക്കണ് എക്സ്ട്രാ എഫക്ട് സൗണ്ട് എഫക്ട് ഇട്ടിക്കണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാ. ഹലോ ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. പറയും ഞാനാണ് അതിന്റെ ആള് പറയും. ഇത് വെറുതെ എടുക്കാണ് യൂട്യൂബിൽ കിട്ടൂല. പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് സംസാരിക്കും. അങ്ങോട്ട് നോക്കി പറയില്ല. ഇന്നത്തെ ഇത്രാം സംഭവം 13 ഉറപ്പാണല്ലോ. നോമ്പ് നോക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. അതെ നോക്കൂ. ഇനി 2 കഴിച്ചൊക്കെ പരി കഴിഞ്ഞ് ഇനി അവസാന മുറി. ഇനി അവസാനത്തെ ഒരു പീസും കൂടി ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ പൈനാപ്പിളിലേക്ക് നീങ്ങുന്നതായിരിക്കും. പൈനാപ്പിൾ ആണ് കുറച്ച് പപ്പായയിലേക്ക് നീങ്ങും. പപ്പായാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള. ഞാൻ ആരാ ഏട്ടാ ഒന്ന് പോടാ പറഞ്ഞു. എടാ പട്ടിനെ അയച്ചു മൈശക്കുട്ടി മൈസനെ വിളിച്ചോളൂ. ഞാൻ സ്കൂളിൽ പോയിട്ട് മൈസനി കാകന്റെ വൈഫിനെ വിളിച്ചെന്ന്. എന്നിട്ട് പിന്നെ കുത്തിരിക്കും. ആദ്യം ഇതിന്റെ മുന്നൊക്കെ കുറെ പണി എടുത്തിട്ട് പോയതാട്ടോ. ഞാൻ രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്യണേന് കുറെ പണി ഉണ്ടാക്കി കഴിഞ്ഞു. റാത്തായിട്ടില്ല വേറെ കാര്യം. അങ്ങനെ കൈതച്ചക്കന്റെ പണി കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത പൈനാപ്പിൾ. അല്ല ഇത് കർമ്മൂസ. അടുത്ത ടീം എത്തി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു 3 ആൾക്കാര്. അനക്ക് മഞ്ഞപ്പിത്ത മഞ്ഞ കളറ് മുഖം. ആ പച്ച ഷോളിന്റെ പേരോ മറ്റേതായി ബ്ലെൻഡ് ആയതാ മുഖം. വേണ്ടട്ടെ വൈഡാണ് സെറ്റ് ചെയ്യുന്നില്ലേ? ലെൻസ് വാങ്ങണം. ഇതിങ്ങനെ മുറിക്കണോ അങ്ങനെ മുറിക്കണോ? ഇതിങ്ങനെ മുറിക്കണോ ഇങ്ങനെ മുറിച്ചിട്ട് നേരത്തെ പോലെ മുറിച്ചാൽ നല്ല രസമുണ്ടാവും. നല്ല രസമുണ്ടാവും. ഒരു ഐഡിയ ഉണ്ട്. ഇതിങ്ങനെ മുറിക്കണ്ട. അങ്ങനെ മുറിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെൻട്രൽ ചിന്ത ആദ്യം സെൻട്രൽ ഇന്ത്യ അതിന് ഈ കൂരിയ കൈവാക്കണ്ടേ? ഒരു കുറവാട്ടോ. നല്ല പപ്പായാലാണെങ്കിൽ മാറിയാലോ പൈനാപ്പിൾ. നല്ല പപ്പായാലാണെങ്കിൽ കുറെ കുരുണ്ടാവും. അത് ഞാന് പണ്ട് ഫ്രൂട്ട്സിന് വീട്ടിൽ പണി എടുത്തിട്ടൊന്നല്ല, പണ്ട് അരിഞ്ഞ ശീല. ബാക്ക്ഗ്രൗണ്ട് റിഹാൻ, മെഹഫൂസ്, റിസ, ശംസുദ്ദീന്, തായിഫ്, ലിനു. പിന്നെ നോമ്പുടിച്ച ചിങ്ങത്തിലിരിക്കാണ്. ഇത് പിന്നെ എന്റെ പാർട്ട്ണർ വെച്ചാനാ. അവള് ഡയലോഗ് അടിക്കാനും ആക്ഷൻ ഇടാനും മാത്രം. ഞാൻ ഡയലോഗ് അടിക്കുമ്പോൾ ആക്ഷൻ കിരിഞ്ഞുണ്ടല്ലോ ഇഷ്ടം പോലെ. കത്തി കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ കയ്യിൽ അടങ്ങി നിൽക്കോ. ഒന്ന് ഒരു ലാഷ് സൊയില് തരുമോ?
വെറുതെ ഇരിക്കുന്നു ഓണാക്കി ഓഫാക്കാൻ ആരെങ്കിലും വരുമോ അമ്പാനെ അത് ഓഫ് ചെയ് അതുപോലത്തെ മറ്റേ യൂട്ടിട്ടുണ്ടോ സോറി 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 പോടാ വിളിച്ചില്ലേ ഓ വിളിച്ചേക്ക് ഓടാ വിളിച്ചില്ല ഓ ആ മട്ടിലെടുത്തോണ്ടി സത്യം പറഞ്ഞോ അപ്പോഴോട് ഞാൻ അപ്പൊ ഞാൻ വിളിച്ചത് കേട്ടോ കുരു എന്നോട് പിന്നെ ആകെ എടുക്കാൻ പറഞ്ഞു എന്നോട് അടിമിക്കാൻ പറഞ്ഞു ഞാൻ വലിയ നോക്കിയത് അറിയുന്ന പണിട്ടാ പോരെ പോരെ നീ ഓ എന്നാലും ഇന്നോടല്ലേ കേട്ടോ ലാസ്റ്റിനോടല്ലേ വിഷമൊന്നുമില്ല എന്നാലും ചെറിയൊരു സങ്കടം അല്ലേ മൈക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ വയറില്ല മൈക്കുണ്ട് മൈക്കില്ല ഇപ്പൊ എല്ലാരും സൗണ്ടും കിട്ടും എന്താ കൈ തരുക ഇതിനകത്ത് മുറിച്ചിടാം വത്തക്ക മുത്ത അതിനകത്ത് മുറിച്ചിടാം നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇതിനകത്ത് ഇതില് വത്തക്ക ഇടണം ഇതില് വത്തക്ക ഇടണം രണ്ട് സെയിം തന്നെയാണ് പക്ഷെ കാലിയാണ് ഇത് കാര്യമില്ല അങ്ങനെ സെയിം ആകുമ്പോ ഞാൻ അതിനടക്കട്ടോ ഇങ്ങനെ അങ്ങനെ മുറിച്ചാ പോരെ അത് ആദ്യം വാപ്പ പറഞ്ഞ കേട്ടോളെ ഇങ്ങനെ മുറിച്ചാ പോരെ ഇത് വൈദ്യാക്കിട്ട് ഇങ്ങനെ 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 എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ സെൻട്രൽ മുക്കി ഇവനൊരു ഒപ്പിയോ ലിപ്പ മച്ചലേ സാരി സാരി ചിത്രശലഭം 26-ാം തീയതി കിട്ടാത്തില്ല നമുക്ക് 27-ാം തീയതി അല്ല റീന നമ്മള് ഞാൻ മൈസനെ വിളിച്ചാൽ നീ എന്താക്കാനാണ് നമ്മള് ഉമ്മക്ക് വിളിക്കാം നോമ്പില്ലാത്ത ആരല്ലേ ഇയ്യാ നോമ്പില്ല അതാ ഞാന് എന്താ പോത്ത് പോലെ വലിപ്പം വെച്ചിട്ട് ഉടുപ്പുണ്ടോ മുറിക്കട്ടെ അഭിനയിച്ച മതി അല്ലേ ഓ അത്ര ചെറുതാക്കണോ ഇതൊക്കെ മാറ്റി മുറിച്ചാലോ എത്ര നൈസാക്കല്ല എന്താ ഈ കുറച്ചുകൂടി ആ അതെ അങ്ങനൊക്കെ തിന്നണ തിന്നണ്ട എന്താ പറയാ കഷ്ടപ്പെട്ട് മുറിച്ചും കൊടുക്കണത് ഇതൊക്കെ അങ്ങനെ തന്നെ വെച്ചെടുത്ത് മുറിച്ചിട്ട് തിന്നോളി പറയണം കത്തി വെച്ചുകൊടുക്കാം അത്ര ചെറുക്കാക്കാണെന്ന് ഒന്നും നോമ്പില്ല ഒക്കെ എന്താ പറയാ സോലിക്കത്തായ ഹമാറാണ് നേരത്തെ പരിപാട്ടത്തിന് അറിയാം ആപ്പല്ലേ യൗപ്പ പാട്ടുകളും പാടി സ്പൈഡർമാനോ അത് സ്പൈഡർമാനൊന്നല്ല അത് മാലാറാണല്ല സ്പൈഡർമാനോ മണ്ടത്തി ഏതാ ഇവിടെ അഭിനയിക്കട്ടോ പീക്കലൊക്കെ വെറുതെ പഠിച്ചതാ സ്പൈഡർമാനോ എന്താ പള്ളി പോയി ഇപ്പൊ വീഡിയോ നന്മമാരാവില്ലേ വിട്ടോ പള്ളിക്ക് പോകാൻ നിൽക്കണം നേരത്തൊക്കെ എന്താക്കി ഇനി ബാങ്ക് കൊടുത്തിട്ട് എത്ര നേരമായി ഞാൻ ട്രൗസറും ഇവിടെ അടിക്കും ഡ്രസ് ഇവിടെ ഇവിടെ നിൽക്കാനല്ലോ അപ്പൊ നമ്മളൊരേ ഒരു അമ്മായി അതില് കുരുല്ലേ നല്ല അത്തക്കല്ലോ മധുരണ്ട് എന്താ എന്ത് മധുരോ തിന്നാല് തിന്നല്ലേ എനിക്ക് നോമ്പല്ലേ എനിക്ക് ജന്മതൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞു
രണ്ട് താരം കൊണ്ട് നമ്മള് മിനിറ്റ് അടിച്ചില്ലേ ഫസ്റ്റ് മിനിറ്റ് മാത്രം അടിച്ചിട്ട് അവസാനം കഴിക്കേണ്ട കഴിച്ചിട്ട് അവസാനം നാരങ്ങ അടിച്ചായിരുന്നു. അങ്ങനെ അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ നോക്കില്ലാത്ത അത്രയൊക്കെമാരുണ്ട്. ഓരൊക്കെ കുടിച്ചപ്പോ പറഞ്ഞ കള്ളിമാരി കാണുന്നില്ല. കാന്താരി സോള അത് നന്നായി എനിക്കിത് മതി, എനിക്കിത് അത് മതി. ഇനി ക്ലീൻ ആക്കണം പരിപാടി. ഗൈസ് ക്ലീനേഴ്സ് ക്ലീനിങ്. ക്ലീനിങ് പരിപാടിയാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പഞ്ചസാര ആവശ്യമുള്ള സാധനമാണ്. ഇവനെന്ത് കുണ്ടാണ്. അതൊന്ന് കാണിച്ചു കൊടുത്തു. ഒന്ന് പണിയിലാണ്. ഒന്ന് കട്ടാക്കിയോ? അതൊന്ന് കാണിച്ചു കൊടുക്കും. ഇന്നലെ ഇങ്ങോട്ട് കാണിക്കി. വീഡിയോ കോൾ ഇനി വീഡിയോ കോൾ ഒന്നുമില്ല. എടാ അസ്മിലെ, എടാ പണിയിലാടാ, പണിയിലാ, വിളിക്ക. അഞ്ച് പ്ലേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. 5 ടേബിൾ ഉണ്ട് പുറത്ത്. ഇനി ഇത് ഇവിടുത്തെ ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. അവിടെ പുറത്ത് കടി പോണ കടി കടി കടി. അയ്യോ കുട്ടികളെടുത്ത് കാണാൻ പണിയെടുക്കാണ്ട് നിൽക്കുക. കട്ടാക്കി കാണ്ടിയെ കട്ടാക്ക. ഇവിടെ ഒരു കൂട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടാ. എന്റെ ഉമ്മന്റെ ഫാമിലി മൊത്തം ചിരിക്കുന്നാണ്ടോളാം, പല്ലാണ്ടോളാം. ഇതിങ്ങനെ മൊഞ്ചായി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഈ അടുത്ത് 4 മക്കളുണ്ടെന്നുള്ളൂ. പ്രശ്നമില്ല. മുഞ്ചയിക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? കല്യാണം ആലോചിക്കുന്നുണ്ട്. ആരെങ്കിലും റെഡി ആണെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ? ഒന്ന് പേര് പറഞ്ഞോടിക്ക്. മാറിക്കവിടുന്ന് പേര് പറയൂ. അടുത്ത ടീം ഫോൺ മാനിയ. ഒരാൾ ഫോൺമ കളിക്കുന്നത് കണ്ടിക്കാൻ വേറെ 3 എണ്ണം ഉണ്ടോ. ഫ്രൂട്ട്സ് കഴിക്കാണ്ടോ? ഉണ്ടോ? ഇത് മൂത്ത. എന്റെ ഒരേ മൂത്ത. വീഡിയോ എന്റെ ഒരേ ആകെയുള്ളൊരു മൂത്ത. ഇപ്പൊ എന്റെ ഏട്ടൻ, ഇപ്പൊ ആകെ ഒരു ഏട്ടനേ ഉള്ളൂ. അതിലുള്ള ആകെ ഒരു മൂത്ത. ഇതെന്താ ക്യാമറ? ഇത് ആറ്റിറ്റ്യൂഡ് ആപ്പവന്റെ മോൻ. കണ്ടിണ്ടാവൂലേ? അപ്പൊ ഒന്നുകൂടി കണ്ട്. ആ ജ്യൂസ് അടിക്കുന്ന നേരത്തെ കണ്ട ആ കാക്കന്റെ ഇപ്പാണിത്. ഇത് ആ കാക്കന്റെ മോന്. നമ്മളെ ഹോം ടൂർ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. ഇഷ്യ ഇന്നെന്താ പരിപാടി? നോമ്പെടുക്കല്ലേ? ഞങ്ങക്ക് നോമ്പുണ്ടോ? എത്ര നോമ്പ്? അയ്യ കയ്യൊക്കെ അരുത്, എന്നെ കാണട്ടെ. എത്ര? 5 എണ്ണോ? യോപ്പ എടാ ചെക്ക, ഈ 5 നോമ്പൊക്കെ എടുത്ത്. ഈ ചില്ലറക്കാരനൊന്നല്ലോ. ഈ എത്ര നോമ്പ് എടുത്ത്? പറയും. ഈ 5 എണ്ണം. ഇതെന്താ എല്ലാരും 5 എണ്ണം കട്ടൊക്കെ ഇട്ട് 5 നോമ്പ് എടുക്കാൻ എല്ലാരും. ചിരിക്കൂല കകനെ, ചുരുക്കൂല. ഇതിപ്പോ എന്റെ അനിയന്റെ മോന്. കകനെ ചുരുക്കൂല. നമുക്ക് കുളിച്ചൊന്നല്ലോ, നോമ്പല്ലേ, നോമ്പെടുക്കണ്ടേ? നിസ്കരിക്കാൻ പോണ്ടേ? പള്ളി പോണ്ടേ? ഇപ്പൊ കുളിക്കാന്നാല് കുളിച്ചേറ്റെന്നാല് നമ്മൾ കുളിച്ചേരാം കൈസ്. എല്ലാരും വന്ന് കൂടെ. ദാദാ ഇത് മരക്കളാട്ടോ, 3 മരക്കള് പല ഫാമിലിത്തെ. 3 ആളെ കൂടി കട്ടക്കെട്ടി ഇരിക്കുന്ന നോക്കിയാ. ഇത് പിന്നെ ഫേമസ് ആയിട്ടല്ലേ കഴിഞ്ഞ വ്ളോഗിൽ ഫേമസ് ആയ. ഇത്ര ഉള്ളു പണി. ബാബു നമ്മൾ പോട്ടെ, മഞ്ഞ് മോളോട്ട് പോ കുളിക്കാം.
അവിടുത്തെ ഒരു ടീം ഉണ്ടല്ലോ സോഫന്റെ മുകളിൽ, ആ സോഫ അങ്ങനെ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. കുറച്ച് പൊസിഷൻസ് പുതിയ അളിയനാണല്ലോ പോലും. അവസാനം ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് സ്നാക്സ് എല്ലാം കൂടെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ജ്യൂസ് അടിച്ചിരിക്കുന്നു. നമ്മൾ തിന്നാൻ മാത്രം മതി. ഞാൻ അടിച്ചിട്ടോ, തിന്നാൻ മാത്രം മതി. ജ്യൂസ് അരിഞ്ഞ ഞാനല്ലെങ്കിൽ അടിച്ച ഞാൻ. ജ്യൂസ് മിന്റ് ലൈം വ്യത്യസ്ത തരം ജ്യൂസുകൾ. ഒന്ന് മിന്റ് ലൈം, ഒന്ന് മറ്റേതാ പൈനാപ്പിൾ. നേരത്തെ പൈനാപ്പിൾ, പപ്പായക്ക് പൈനാപ്പിൾ തന്നെ. പപ്പായ തൊള്ള കിട്ടുന്നില്ല. പപ്പായ എങ്ങനെ പറഞ്ഞിട്ട് പൈനാപ്പിൾ. നമ്മളിന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റുകൾ എത്തി. കാക്കന്റെ വീട്ടുകാർ അവർക്ക് വേണ്ടിട്ടാണ്. ഇതിന്റെ അളിയനാ കേട്ടോ, സ്വന്തം അളിയനാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത്. എല്ലാവരെക്കാട്ടും ലാസ്റ്റ് വന്നത്. പിന്നെ സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് NRI കിട്ടാണ്. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ കരീമോ അല്ലാഹ് മാഷാ അല്ലാഹ്. അത് വിജിക്കാക്ക, എന്റെ കാക്ക, എന്റെ മൂത്താപ്പന്റെ, എന്റെ നമ്മളെ ബാപ്പന്റെ കുടുംബത്തിൽ ഏറ്റവും വലിയ മൂന്ന് കാരണം ഇങ്ങനെ ഓരോരോ കളികൾ കാണേണ്ടി വരും. അപ്പോൾ നമ്മള് എന്താ പറയാ, നോമ്പറക്ക വെള്ളം വെക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്തേ പാടാ അറ്റാക്ക് ചെയ്യാ. നോമ്പറന്നിട്ട് കാര്യം തീർക്കുക. ഫാഷനാണത്. ഇതൊന്നും തീരെ ഔട്ട്ഫിറ്റ് ഇത് ഔട്ട്ഫിറ്റ് റേറ്റ് വയ്ക്കുക. ഔട്ട്ഫിറ്റിന്റെ റേറ്റ് അങ്ങനെ അടിച്ചപ്പോ എല്ലാം അങ്ങനെ കടിച്ചതാക്കി എല്ലാം കേറി. ഇത് ലിയോ ഗല്ലി, ഇത് മാൻബേഴ്സ്, ഇത് പിന്നെ നൈക്കിന്റെ സ്റ്റോർ അറിയില്ല. ഇത് പിന്നെ ഗുച്ചിന്റെ. എനിക്ക് നാശമില്ല, പക്ഷെ എന്നാലും ഞാൻ പറയട്ടോ, എനിക്ക് ജാടുന്നില്ല. ഇത് പിന്നെ സൗദിന്ന് കേട്ടോ. സൗദിന്നല്ല, ഈ സൗദിയിലല്ലേ ജനിച്ച സൗദിയിലല്ല. ഇത് ഫഹദ്, നമ്മളൊരു കമ്പനിയാണ്, ഫാമിലി ഫ്രണ്ടാണ്, ഫാമിലി കസിൻ. അതെ, എന്ത് പറയുന്നു, സുഖമല്ല എനിക്ക്. ഇതിന്റെ അനിയനാട്ടോ, ഏറ്റവും ചെറിയ അനിയൻ, ഉപ്പന്റെ അനിയന്റെ മോന്. കറക്റ്റ് ചെരുപ്പിട്ടോക്കിയ ഇതൊക്കെ റെഡിയാക്കട്ടെ. ഇന്റെ പേര് കളയട്ടോ. ഈ ഇങ്ങോട്ട് നോക്ക്, ഇതെന്താണ് ചെരുപ്പൊക്കെ നന്നാക്കിയിട്ട് മാറ്റിയിട്ട് ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. ക്ലിയർ ആയില്ല, എന്നാലും 6:30. ഇനി 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താല് നമ്മൾ അറ്റാക്ക് തുടങ്ങും. എന്താ ഫുഡ്? ആരോടോ ഇരിക്കുന്നു? ഫുഡോ? നോട്ട് ജസ്റ്റ് നോർമൽ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ഹൈദരാബാദി ബിരിയാണി. മട്ടൻ ആക്കണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ മട്ടൻ ഭയങ്കര നല്ല വില. അപ്പൊ എല്ലാം ഡ്രോപ്പ് ചെയ്ത് നടക്കൂല. അങ്ങനെ ചിക്കൻ പിന്നെ വാപ്പന്റെ വീട്, വാപ്പ ചിക്കനിന്റെ പരിപാടി ഉണ്ട്. എരുമൂട് ചിക്കൻ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് മുറ്റ് ചിക്കൻ കിട്ടിയിരുന്നു. ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ, ഹൈദരാബാദ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തോ പത്തിരി ഉണ്ടാവും, മേസ്പത്തിരി ഉണ്ടാവും. നോക്കിയൊക്കെ നമുക്ക് തിന്നാലോ. എന്തിനാ മേടിക്കണേ? ഈ ആ സമയത്ത് തിന്നാലോ, നമുക്ക് കാണാലോ. നോമ്പറക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ നോമ്പറന്നിട്ട് താങ്കല്ലേ കൊടുക്കണേ? ചെല്ലത്തില്ല, തക്ബീറില്ല. ബാങ്കാണ്. കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള കലാപരിപാടികൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ചോറിലേക്ക് ഇറങ്ങാണ്, മെയിൻ പരിപാടിയിലേക്ക്. എന്നോടിപ്പോ പറഞ്ഞാണ്, നിങ്ങളൊരു ഭാഗത്ത് നിൽക്കിന്റെ അച്ചാത്ത. എന്നോടിപ്പോ പറഞ്ഞാണ്, എന്താണ്ട വെളുമ്പണൊക്കെ വീഡിയോ എടുക്കാത്ത, നല്ല വൃത്തിക്ക് എടുത്തേക്കണം ലൈറ്റില്. ചെറി എന്താ ചെറി സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഹൈദരാബാദി ബിരിയാണി, നെയ്സ് പത്തിരി, നൂൽപുട്ട്, വേറെ എന്താ നെയ്ച്ചോറ്, അതിന്റെ പേര് സ്റ്റ്യൂ ആണ്. സ്പ്രിങ് പൊരിച്ചത്, ചെമ്മീൻ കടായി, സ്പെഷ്യൽ തട്ടണ്ടേ മീൻ പൊരിച്ചത് അവിടെ കാണിച്ചരാ. അതുക്കാ സേ ഹായ്. എന്താ ചിരി. ഇപ്പൊ കടിക്കണ്ട. അതാ ചെമ്മീൻ ഫ്രൈ, മീൻ പൊരിച്ചത്. ഇത് ആകെ ഒരു മാമനാണല്ലേ, ആ മാമന്റെ മാമി. ഇതിന്റെ ഉമ്മ സ്നേഹനിധിയായ ഉമ്മാണെന്നൊക്കെ പറയാ. പക്ഷെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു നോക്കട്ടെ. പായിനതാ. ഇത് കാക്കന്റെ മക്കള്, ഇത് താത്തന്റെ മോള്, സ്വന്തല്ല മൂത്താപ്പന്റെ. ല്ലേ ഈ ഫ്രൂട്ട്സ് ഇത് ഇത്ര ഉണ്ടേനും. ഇത് ഇനിയിപ്പോ ഒക്കെ തിന്ന് തീർത്തിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന ഇരിപ്പാണ്. എല്ലാരും ക്ഷീണിച്ച് തലവേദനയില്
ഒരാള് ക്യൂട്ടായിട്ട് ആ വീഡിയോ എടുത്ത് നോക്കാൻ ഞാൻ റെഡിയാണ്. ചർച്ച അടുത്ത നോമ്പറിന്റെ ചർച്ച അല്ലേ? ലഹരിനെ പറ്റില്ല ചർച്ച. അളിയൻ 2K കിഡ്സ് ആവാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ, കുറച്ച് സംഭവം എത്ര വയസ്സ്? അവര് 60 വയസ്സായി ഉണ്ടാവില്ല. ഇഷ്കാക്ക് പിന്നെ ചെറുപ്പക്കാരൻ നമ്മളൊക്കെ കൂട്ടത്തിലുള്ള 50 വയസ്സ്. ഇപ്പൊ 2K കിഡ് ആവാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക. എന്താ പരിപാടി? രണ്ടാക്കും കൂടിയാ? രണ്ടാളും കൂടി ഗെയിം കളിച്ചുത്തിരിക്കുക. ഇവിടത്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടേക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൊണ്ടേച്ചൂടെ? ഫോൺ എടുത്തേക്കടാ, എണീക്കടാ. ഈ ചിക്കനൊക്കെ എടുത്ത് പ്ലേറ്റ് അവിടെ കൂടെ കൊണ്ടേക്ക്. ആ ചിലപ്പോ തീരൂല. അവിടെ ഒരാൾ ഒളിഞ്ഞു നോക്കുന്ന കണ്ടാ ആ റൂമിന്ന്. ഒരു പ്ലേറ്റ് എടുക്കുന്നു, കയ്യേക്കുന്നു. ഒരു പ്ലേറ്റ് എടുക്കുന്നു, കയ്യേക്കുന്നു. പിന്നെ ഒരു മീൻ വെച്ച് നിന്നു, വീണ്ടും കയ്യേക്കുന്നു. ആ ചോറ്. ഞാൻ പണിയെടുത്തില്ല എന്നാരും പറയണ്ട. കഴിഞ്ഞില്ല. ടീസിന്റെ കുറച്ച് മുന്നത്ത്, അതിന് മുന്നത്ത് വേറെ ടീം അവിടെ. ആണുങ്ങൾ കുടുംബശ്രീ തുടങ്ങാൻ എങ്ങനെ, കുടുംബശ്രീ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പൊ ഒരു ചർച്ച. നമുക്ക് ശരിക്കും വീട്ടിൽ 2 ഡോറുണ്ട്. ഇവിടെ ഒരു ഡോറുണ്ട്, ഇപ്പുറത്തെ ഒരു ഡോറുണ്ട്. ഞാൻ സാധാരണ ഈ ഡോർ കൂടെ കയറില്ല. ഈ ഡോർ എപ്പോഴും അടച്ചെടുക്കും. ഞാൻ എന്നിട്ട് ഇവിടെ ലോക്ക് കൂട്ടിക്കാണ്ട് പിന്നെ പോയി ഇവിടാണ് ഇടക്ക് കിടക്കുന്നത്, അവിടെ കിടക്കും. സത്യമായിട്ട് എന്താ റെയിൻകോട്ടിന്റെ ഷീറ്റില്ലേ? റെയിൻകോട്ടിന്റെ ഷീറ്റൊക്കെ കൊതടിക്കാണ്ടൊക്കെ മേത്ത് വെച്ച് കിടന്നിട്ട് അവസ്ഥ നോക്കണേ. വാതിൽ തുറന്ന റേറ്റ് പിന്നെ ഞാൻ പഠിച്ചു. ഈ വാതിലിന്റെ കുറ്റിയിടാണ്ട് ഞാനങ്ങ് പോകും. ഈ വാതിലിന്റെ കുറ്റിയിട്ടാകുമ്പോൾ എനിക്ക് ഇവിടുന്ന് തുറക്കാൻ പറ്റൂ. ഈ വാതിലിന്റെ കുറ്റി തുറന്നാൽ ഇത് അങ്ങനെ കയറിയിട്ട് കിച്ചണിലല്ല ഡൈനിങ് ഹാളിലെത്തു. എന്നിട്ട് നേരയിലേക്ക് കയറാം. ഇതാ കറക്റ്റ് കുടുംബശ്രീ. പള്ളുള്ളവരുണ്ട്, പള്ളില്ലാത്തവരുണ്ട്, പള്ളയിലായവരുണ്ട്. ഓരോരുത്തർ പേര് പറഞ്ഞോളി, ഇൻട്രൊഡ്യൂസ് ചെയ്തോളി. What are you doing? What do you do for living? തിന്നുന്നു തൂറുന്നു, ബാക്കിയുള്ള എല്ലാം പലതും പോലെ ടീ. മതി പൊയ്ക്കോ, എന്നെ ഇട്ടിച്ച് പൊയ്ക്കോ. ഇതിന്റെ താത്തന്റെ മൂത്താപ്പന്റെ മോളാണ്. ഇത് താത്തന്റെ കാക്കന്റെ പെണ്ണുങ്ങള്, എന്റെ കാക്കന്റെ 2 കാക്കമാരെ പെണ്ണുങ്ങള്. ഇത് വേറൊരു കാക്കന്റെ പെണ്ണുങ്ങള്, ഇതൊരു കാക്കന്റെ പെണ്ണുങ്ങള്. ഇത് മാത്രമേ ഉള്ളൂ താത്ത. അല്ല എനിക്ക് പെണ്ണൊക്കെ ഉണ്ട് കേട്ടോ. വന്നില്ല തിരിയട ഒന്ന് തിരിഞ്ഞില്ല. എനിക്ക് പെണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞു ഒക്കെ കാണിച്ചുതരാം. എല്ലാവർക്കും കാണിച്ചു തരാം. എന്റെ ഫോട്ടോ വിട്ടിക്കണല്ലോ. എന്റെ ഫോട്ടോ വിട്ടിക്കല്ലോ. ഓണമ കളിക്കുന്ന തിരക്കില്ല. അതിന്റെ ഫോട്ടോ വിട്ടിക്കണം. നോക്കി ഇതിലേക്ക്. ഹലോ ഗൈസ് പറയും. ഹായ് ഗൈസ് പറയും. ബാ നമുക്ക് വ്ലോഗ് വാ മിത്തുവ പാടാം. മേരെ മനിയെ ബത്താ ദേ തൂ. വാ ഇൻഷാല്ലാ. ഇതാക്ക താതന്റെ അമ്മായിമ അല്ലേ? ഹായ് ഹറി. ഇത് പോലീസുകാരന്റെ മോനാ. സോനെ കണ്ട ഒരു മീൻകാരനാരില്ലേ? അപ്പൊ അവന് ഭയങ്കര കുറവാട്ടോ. ചെക്കിങ് അപ്പാന ഹായ് വരടാ. എന്താ നീ അപ്പാനെ കുറവായി വണ്ടി ക്ഷീണിച്ചിരിക്കുന്ന. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് അടുത്ത കൊല്ലം നോമ്പിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ അത് ഓടുന്നു റൂമിലേക്ക് പോയിട്ട് അത് അടുത്ത പ്രാക്ടീസിന് വേണ്ടിട്ട്. ഇന്റെ കല്യാണത്തിന് വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു റൂം. ഇന്റെ കല്യാണം 10-15 കൊല്ലം എടുക്കും. നിങ്ങള് വലുതായി അതാ പ്രശ്നം. ഇവിടെ ആരല്ലേ? ഒച്ച മാത്രമേ ഉള്ളൂ. ഇവിടെ അതൊക്കെ അല്ല. ഞാൻ അങ്ങോട്ട് തിരിച്ചപ്പോ ഇവിടെ തലയിൽ അടങ്ങി. ഇവിടെ തലയിൽ ഇതില്ലേനു. ഇങ്ങോട്ട് തിരിച്ചപ്പോ ഇവിടെ തലയിൽ തട്ടുണ്ടോ നോക്ക്. സോലിഹത്തായ ഹംക്ക് ദജ്ജാലി അങ്ങനെ എനിക്ക് കാണുക. ആരെ പാട്ടാടല്ലേ? പാട്ടാടാൻ ആരല്ലേ? നിങ്ങളാരും കൂട്ടില്ല. നിങ്ങൾക്ക് ആരും പാട്ടാടാറില്ല. ഇത് എവിടെ നിക്കണോക്കിയ?
മതി 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 ആ മതി 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 നിർത്തുന്നത് जाने न तू खुद को यूं ना जाने क्यों नजरों से मेरे यहाँ देखो ना खुद को जरा देखो ना जुल्फों से लिपनिको ना पाടിക്കോളാം जुल्फों से मेरी चुपकी प्यारी प्यारी से उनसे ताने സൂം ചെയ്യാൻ കഴിയത് അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അടുത്ത സെറ്റ് ചെയ്ത് കൊടുക്കാണ്. നമുക്ക് പള്ളയിക്കണം, നമ്മൾ നോമ്പറിച്ചാണല്ലോ, നമ്മൾ തിന്നുണ്ട്. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ കൂടായ്പാണ്. വീഡിയോ ഇവരെന്നാത്ത ട്രിപ്പാട്ടോ അവരെ കൂട്ടുന്നത്. ഇവരണ്ടാമത്തെ ട്രിപ്പാ. അവനെ ഞാൻ അടുത്തേലും വേണ്ട അടിച്ചോടിച്ചു. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാല് ഹൈദരാബാദി ബിരിയാണി, നെയ്ച്ചോറ്, സ്റ്റ്യൂ, പിന്നെ നെയ്സ്പത്തിരി എന്തായാലും ഉണ്ടാവല്ലോ നോമ്പല്ലേ. പിന്നെന്താ സ്പ്രിങ് പൊരിച്ചത്, മീൻ പൊരിച്ചത്, ചെമ്മീൻ ഫ്രൈ, പിന്നെ അതിന്റെ അപ്പുറം നൂൽപുട്ട് നെയ്സ്പത്തിരി നമുക്ക് ഹറാമല്ല, ബീഫ് സ്റ്റ്യൂ നൈസാണ്. അത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. പുതിയ ആളെ കിട്ടി. തിന്നായില്ലേ? എന്തൊക്കെ തിന്നേ? 3 സ്പ്രിങ്, ഇത്ര 4 നൈസ്പത്തിരി, 5 നൂൽപുട്ട്, പിന്നെ പോരാത്തതിന് നെയ്ച്ചോറും ഇതും. എന്നിട്ട് തിന്നാൻ കഴിയില്ലേ കുറച്ചാണ്. ഇത് വെറുതെ പറയല്ലോ, സത്യമായിട്ട് തമാശല്ല, സത്യമായിട്ട് തിന്നാ. നമ്മളൊക്കെ തിന്നിക്കില്ലോ അതൊക്കെ വളർന്നു. അയ്യാ എനിക്ക് അതൊക്കെ എണീക്കാൻ പറ്റില്ല, അതാ ഇരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. ടാറ്റ പറ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് നോമ്പറ? നമ്മള് നേരെ ചെറിയ കുട്ടികളിൽ നിന്ന് ഏറ്റവും വലിയ ആളുടെ അടുത്തേക്ക് നേരെ വരുന്നു. മൂത്താപ്പ വർത്താനം പറഞ്ഞു തുടങ്ങിയാല് നേരെ കോയിലൊക്കെ എത്തും. മൂത്താപ്പ അപ്പന്റെ അനിയന് ഇവര് 3 ആളും കോയിന്റെ പരിപാടിയാ. തുടങ്ങി വൈദ്യ വെച്ചിട്ട് കോയിലേക്ക് മാറി. അപ്പൊ അളിയന അതിന്റെ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതിന്റെ മൂത്താപ്പ നമ്മള് ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് അല്ലേ. ഇപ്പൊ ഈടാ എന്റെ മൂത്താപ്പ കുറച്ച് സൂക്കടൊക്കെ വന്ന് വയ്യാണ്ടായി. ഇപ്പൊ കുറച്ച് ടയേർഡാ. ഇപ്പൊ ഇരുത്ത തിന്നതിൻ്റെതാ, തിന്ന് മതം പൊട്ടിയിരിക്ക. അവിടുന്ന് വേഗം വിശക്കുന്നു. നോക്കിയാ അത് ഇരുത്തം നോക്കിയാ അല്ല ഇത് കറക്റ്റ്. ഇത് എപ്പോഴും കാണാൻ പിടിച്ചി ഇത് എപ്പോഴും കാണാൻ പറ്റില്ല. കണ്ടപ്പോ ഞാൻ അടുത്തതാ വള്ള വിരിച്ച് കിടക്കണ്. ഇത് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള, പക്ഷെ എനിക്ക് മാത്രമില്ല. അതാണ് എനിക്ക് ഫാമിലി പാക്കാണ്, പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള എനിക്ക് മാത്രമല്ല ഈ പള്ള. ഭാഗ്യത്തിന് ഞാൻ വർക്കൗട്ടൊക്കെ വോളിബോൾ കളിക്കുന്നോണ്ട് പ്ലേറ്റ് ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്. അടുത്ത ഇരുത്തതിന് ചോറ്, ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്നോട് ഇന്നലെ വീഡിയോ ഒക്കെ കണ്ട് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിച്ച് ഉണ്ടാക്കിക്കണ് ഉമ്മ. സംബന്ധം ഒരു വലിയ ഹൈദരാബാദിന്റെ അടുത്തെത്തി. പക്ഷെ അല്ല, ഹൈദരാബാദി ബിരിയാണിയെ ഹൈദരാബാദിൽ എത്തിയില്ല. ബോർഡറിന്റെ അവിടെ എത്തുന്നതിന് മുന്നേ നിന്നോയി, അങ്ങനെ വേണം പറയാൻ. അതെ, കർണാടക ബോർഡറിൽ നിൽക്കാണ്. ബിരിയാണി ശരിക്കും ബിരിയാണി ആയിട്ടില്ല. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഷംലു. അത് ഞാനാ പ്ലേറ്റ്. അങ്ങനെ നമുക്കുള്ള പ്ലേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് ഇതാണ് നമ്മളെ കുടുംബത്തിലെ രണ്ടാമത്തെ പ്രേമിച്ച് കല്യാണം കഴിച്ച ദമ്പതികള്. ഫസ്റ്റത്തെ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ആളെ കാണിച്ചു. ഇങ്ങോട്ട് വന്ന ഒരു സാധനം ഉണ്ട്, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആഷിക ഇവിടെ, ആഷിക കമോൺ ബേബി. കാണിച്ചു കൊടുക്ക. ഇതൊക്കെ ഒളിപ്പിച്ച് അങ്ങനൊക്കെ കൊണ്ടെടുക്ക. ഈ പനിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുക. ആഷിക ഇതാണ് നമ്മളെ കുടുംബത്തിലെ ആദ്യം പ്രേമിച്ച് കല്യാണം കഴിച്ച വരൻ. വരത്തിയോടെ വരത്തി കമോൺ. വരത്തി ഇവിടെ കമോൺ. ഒരു ഡ്രസ് കോഡൊക്കെ ആയിട്ട് വന്ന് ഏത് മൂട്. ഒരു കസാല എടുത്തരാ കേറിക്ക. ഇനി ആരൊക്കെ ഫുഡ് കഴിക്കാനുള്ളത്?
നിങ്ങളെ കഴിച്ച് നിഷ്കാക്ക് ഒരു തവണ ഇരുന്നല്ലേ അങ്ങനെ ശരിയാവാ? നിഷ്കാക്ക് ഒരു തവണ ഒരു പ്രാവശ്യം ഇരുന്നല്ലേ? നിങ്ങൾ ഒരു പ്രാവശ്യം ഇരുന്നല്ലേ? സത്യം പറഞ്ഞോളി. എന്നാ പിന്നെ ഞാൻ അവിടെ ഇരിക്കാം. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടുക്കള പോയി എടുക്കേണ്ടി കേട്ടോ. നമ്മളൊക്കെ ഇരിക്കാൻ പോവാണേ കേട്ടോ. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടുക്കള പോയി എടുക്കേണ്ടി വരും. നമ്മളൊക്കെ ഇരിക്കാൻ പോവാ. അല്ല എനിക്കൊരു കസാല തരുമോ? ഏതായാലും ഇത് കിട്ടിയാൽ എനിക്ക് വെയിറ്റ് ഇല്ല. അതാകുമ്പോ ജസ്താത്തേക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എണീക്കണം പ്ലീസ്. അതെന്താ അത്? അളിയൻ 2 പ്രാവശ്യം കഴിച്ചു. എന്താ ഞാൻ കഴിച്ചില്ല. ഞാൻ തിരിഞ്ഞേക്ക് പോവാ കഴിച്ചിക്കണത്. ഇത് പ്രേമിക്കാതെ കെട്ടാൻ വിചാരിച്ചു. പക്ഷെ പ്രേമിച്ച് കെട്ടിയതിന്റെ ശേഷം പ്രേമിച്ച് അല്ലേ? കറന്റ്ലി യു ആർ ഇൻ ലവ് റൈറ്റ്? ചെമ്മീൻ ഫ്രൈയും നല്ല നെയ്ച്ചോറും. അന്തഞ്ഞില്ലാത്ത എന്താ ഓണോ? അപ്പൊ ഇതാണ് നമ്മളെ സ്വന്തം അങ്ങനെ നമ്മളെ നോമ്പറ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇന്നത്തെ 13ാമത്തെ നോമ്പ്. എത്രാമത്തെ പ്രാവശ്യം മറന്നോന്ന് അറിയാം. 13 എത്ര എടുത്തെന്ന് പറഞ്ഞു. 13 നോമ്പ്. മാഷാ അങ്ങനെ 13 ഇങ്ങോട്ട് നിൽക്കുക. എല്ലാരും ചാച്ച പറയാം. ഇതൊക്കെ തൊഴിൽ പോണേ. അങ്ങനെ കൊച്ചോണ്ടോ? 13ാമത്തെ നോമ്പ് നമ്മൾ നോമ്പറ കഴിച്ചിട്ട് മുണ്ടല്ലേ 13ാമത്തെ നോമ്പ് റാഹത്തായിട്ട് കഴിഞ്ഞു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറെ ഫുഡ് ബാക്കിയുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ ഫുഡും തരണ്ടാവില്ല. വീഡിയോ കാണുമ്പോ അതിന് ഫുഡ് കഴിഞ്ഞു. അതാ അങ്ങോട്ട് യാദർശികമായിട്ട് മാച്ച് ആക്കിയതാ. മാച്ച് 2 കളേഴ്സ് അറിഞ്ഞുകൊണ്ട് ഇട്ടല്ല, അറിയാണ്ടിട്ടതാ. അറിയാണ്ടില്ല. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടത് സന്തോഷം. വീഡിയോ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും. വീഡിയോ ലൈറ്റ് ഓഫ് കഴിഞ്ഞില്ല.